ഞാൻ പോകുന്നത് നിങ്ങൾക്ക്, ഞാൻ പോകാഞ്ഞാൽ ആ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്ക വരികയില്ല. 3.5 വർഷം കൂടെ നടത്തി പഠിപ്പിച്ചിട്ടും പ്രയോജനപ്പെട്ടില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനെ കുറിച്ച് പറഞ്ഞിട്ട് പറയാണ്, കുഴപ്പമില്ല മക്കളെ, പ്രയോജനപ്പെട്ടില്ലെങ്കിലും പെട്ടോളും പരിശുദ്ധാത്മാവ് വന്നാൽ. നിന്റെ മനസ്സിനോട്, നിന്റെ സാഹചര്യങ്ങളോട് ഞാൻ പറയാണ്, പ്രയോജനമില്ലെന്ന് നിന്നെ നോക്കി പറഞ്ഞവരുടെ മുമ്പിൽ നീ ആത്മാവിനാൽ പ്രയോജനപ്പെടുന്ന ദിവസങ്ങൾ നിന്റെ മുമ്പിലുണ്ട്. 8 മക്കൾ 7 പേരെ വണ്ണം പൊക്കം നിറം നോക്കിയിട്ട് ഹല്ലേലൂയ ഇസ്രയേലിന്റെ സോൾജിയേഴ്സായി ഈശിയായി പറഞ്ഞു വിട്ടു. ഇളയവനെ വീട്ടിലെ കന്നുകാലിനെ മേയ്ക്കാൻ വിട്ടു, ആട്ടിടയനാക്കി വിട്ടു. നിന്നെ നോക്കി നീ പ്രയോജനമില്ലാത്തവനെന്ന് പറഞ്ഞാലും നീ രക്ഷപ്പെട്ടിരിക്കും. ഞാൻ പറയുന്നത്, നിന്നെ സ്കൂളിൽ പഠിപ്പിച്ച ടീച്ചർമാർ മൊത്തം നീ പ്രയോജനമില്ലാത്തവനെന്ന് പറഞ്ഞാലും എന്നെ നോക്കി പറഞ്ഞതാ, പക്ഷെ അത് ഞാൻ തിരുത്തി. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ലോകത്തിന്റെ ജ്ഞാനത്തിനകത്ത് ഒരു സ്റ്റെപ്പ് നിനക്ക് കയറി പിടിക്കാൻ കഴിയാഞ്ഞത് കൊണ്ട് നീ പ്രയോജനമില്ലാത്തവനെന്ന് ലോകം നിന്നെ നോക്കി പറഞ്ഞെങ്കിൽ നിനക്കൊരു വാഗ്ദത്തമുണ്ട്. അവന്റെ പേര് പരിശുദ്ധാത്മാവെന്ന. 3.5 വർഷം കൂടെ കൊണ്ട് നടന്നിട്ട് അവസാനത്തിലേക്ക് എത്താൻ നേരത്തെ ഈ മനുഷ്യൻ പത്രോസ് ഒറ്റുകാരനായി. പഠിച്ചെടുത്തതൊന്നും അദ്ദേഹത്തിന് ബലം ചെല്ലുന്നില്ല. ആവേശമുള്ള ഒത്തിരി കാര്യങ്ങൾ യേശു കർത്താവിന് വേണ്ടി ചെയ്തതാണ്. ഒന്നുകൂടി പറഞ്ഞാൽ, യേശു നിന്നതുപോലെ പടകിൽ നിന്നിറങ്ങി ആ സമുദ്രത്തെ ചവിട്ടി പിടിച്ചുകൊണ്ട് നിന്നവനാണ്. പക്ഷേ ഒരു രാത്രി ഇരുണ്ടുമ്പോൾ യേശു കർത്താവിനെ പരസ്യമായിട്ട് തള്ളിപ്പറഞ്ഞവൻ, ഒന്നുകൂടി പറഞ്ഞാൽ യേശു പിടിക്കപ്പെട്ടപ്പോൾ തള്ളിപ്പറഞ്ഞു. യേശു മരിച്ചപ്പോൾ അവൻ പിന്മാറിപ്പോയി. പിടിക്കപ്പെട്ടപ്പോൾ അവൻ ഒറ്റുകാരനായെങ്കിൽ യേശു മരിച്ചപ്പോൾ അവൻ പിന്മാറ്റക്കാരനായി. പക്ഷെ അവിടെ ഇറങ്ങി ചെന്നിട്ട് യേശു പറയുക, ഇല്ല മോനെ, നീ പ്രയോജനപ്പെടും. വനാന്തരത്തിൽ കിടന്ന് കരഞ്ഞവൻ പിന്നീട് കാണുന്നത് ഇസ്രയേലിന്റെ 2ാമത്തെ രാജാവിന്റെ ഭരണകൂടത്തിനകത്തേക്ക് ദൈവത്തിന്റെ ആത്മാവ് ആ മനുഷ്യനെ ഓടിച്ചു കയറ്റുമ്പോൾ, ഇന്ന് രാവിലെ ഞാനൊരു ദൂത് വിളിച്ചു പറയാം, പ്രയോജനം ഇല്ലാത്തവനെന്ന് നിന്നെ നോക്കി പറഞ്ഞ വാക്ക് ഈ വചന വെളിപ്പാടിന്റെ മുമ്പിൽ ഞാൻ വെട്ടുകയാണ്.